റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പില് ശബ്ദമുയർത്താൻ പാടില്ല, അനാദരവ് ഉണ്ടാകാൻ പാടില്ല, റസൂലുള്ളാഹിന്റെ പേര് വിളിച്ച് അഭിസംബോധന ചെയ്യാനും പാടില്ല. ലാ തജ്അലൂ ദുആഅർ റസൂലി ബൈനകും കദുആഇ ബഅളികും ബഅളാ. നിങ്ങളിൽ ചിലരെ പേരെടുത്ത് വിളിക്കും പോലെ എന്റെ റസൂലുള്ളാഹിനെ നിങ്ങൾ പേരെടുത്ത് വിളിച്ച് അഭിസംബോധന ചെയ്യരുത്. സ്വഹാബത്തിന്റെ ഇടയിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അബൂബക്കറെ, ഉമറെ, ഉസ്മാനെ എന്നൊക്കെ പേരെടുത്ത് വിളിച്ച് അഭിസംബോധന ചെയ്യും പോലെ എന്റെ റസൂലുള്ളാഹിന്റെ പേര് വിളിച്ചിട്ട് നിങ്ങൾ അഭിസംബോധന ചെയ്യരുത്. മുഹമ്മദേ, മുഹമ്മദ്, യാ മുഹമ്മദ്, യേ മുഹമ്മദ്, ഇങ്ങോട്ട് നോക്കൂ മുഹമ്മദ്. ഈ രീതിയിൽ എന്റെ റസൂലുള്ളാഹിനോട് നിങ്ങൾ സംസാരിക്കരുത്. ഈ ആദരവ് അല്ലാഹു തആല നമ്മോട് പഠിപ്പിക്കുമ്പോ, ഏത് ആദരവ്? റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ ഒച്ചയെടുക്കാൻ പാടില്ല, ശബ്ദമുയർത്താൻ പാടില്ല. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേര് വിളിച്ച് അഭിസംബോധന ചെയ്യും പോലെ എന്റെ റസൂലുള്ളാഹിന്റെ പേര് നിങ്ങൾ വിളിക്കാൻ പാടില്ല. ഇത് അല്ലാഹു തആല നമ്മളോട് പഠിപ്പിക്കുമ്പോ അല്ലാഹ് തന്നെ ആ മര്യാദ പാലിച്ചവനാകണ്ടേ? ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ. ഖുർആൻ. നിങ്ങൾ ഒരാളോട് ഒരു കാര്യം പറയുമ്പോ നിങ്ങൾ ജീവിതത്തിൽ അത് കൊണ്ടുവരുന്നവരാകണം. എന്നാലേ പറയാൻ പാടില്ല, ഇല്ലാത്തത് പറയാൻ പാടില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്നതേ പറയാം. അള്ളാഹു ഇവിടെ പറയാണ്, എന്റെ മുത്തുനബിയെ നിങ്ങൾ ആദരിക്കണം, എന്റെ റസൂലുള്ളാഹിന്റെ പേര് നിങ്ങൾ വിളിക്കരുത്, എന്റെ റസൂലുള്ളാഹിന്റെ മുമ്പില് നിങ്ങൾ ശബ്ദത്തെ ഉയർത്തി സംസാരിക്കരുത്. അങ്ങനെ സംസാരിച്ചാൽ, അങ്ങനെ ശബ്ദം ഉയർത്തിയാൽ, അങ്ങനെ നിങ്ങൾ പേരെടുത്ത് വിളിച്ച് അഭിസംബോധന ചെയ്താൽ സകല അമലുകളും, നിങ്ങളുടെ സകല അമലുകളും നന്മകളും പ്രവർത്തനങ്ങളും അല്ലാഹുവായ ഞാൻ പൊളിച്ചു കളയും, തകർത്ത് കളയും, ധരിപ്പണമാക്കി കളയും. അല്ലാഹു കാക്കട്ടെ. അപ്പൊ റസൂലുള്ളാഹിനോട് ആദരവ് ഉണ്ടാകണം. ഈ രീതിയിലൊക്കെ അല്ലാഹു ജല്ല ജലാലു നമ്മളെ പഠിപ്പിക്കുമ്പോ അല്ലാഹു തന്നെ ആദ്യം അത് ചെയ്തവനാകണ്ടേ? അല്ലാഹു തന്നെ ആദ്യം ആ ആദരവ് പാലിച്ചവനാകണ്ടേ? നോക്കാം നമുക്ക്. ഓരോ അമ്പിയാക്കളെയും അല്ലാഹു തആല അവരുടെ പേരെടുത്ത് വിളിച്ചിട്ടുണ്ട്. യാ ഇബ്രാഹിം, യാ മൂസ, യാ ഈസ, യാ യഹ്യ. നേർക്ക് നേരെ അല്ലാഹ് പേര് വിളിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ പേരെടുത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അല്ലാഹു യാ മുഹമ്മദ്, യാ മുഹമ്മദ്, യാ മുഹമ്മദ് എന്ന് അല്ലാഹു വിളിച്ചിട്ടുണ്ടോ? ഇല്ലേ, ഇല്ല. 6600 ചൊല്ലുവാനും വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിൽ ഒരു സ്ഥലത്ത് പോലും മുഹമ്മദുർ റസൂലുള്ളാഹിനെ അല്ലാഹു ആ നബിയോടുള്ള ആദരവ് കൊണ്ട് റസൂലുള്ളാഹിന്റെ പേര് വിളിച്ചിട്ടില്ല. പിന്നെയോ യാ അയ്യുഹൻ നബിയു, വളരെ വാത്സല്യത്തോടെ, സ്നേഹത്തോടെ, ആദരവോടെ റസൂലുള്ളാഹിനെ വിളിച്ച വിളിയാണ് യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറാ. യാ അയ്യുഹൻ നബിയു. ഒരാളെ ഓ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നത് അയാളോടുള്ള ബഹുമാനം കൊണ്ടാണ്. എന്റെ മുമ്പിൽ എനിക്ക് പരിചയമുള്ള ധാരാളം ആളുകളുണ്ട്. ഞാൻ വിളിക്കാണ് കരീമേ, കരീം സാഹിബിനെ ഞാൻ കരീമേ എന്ന് വിളിക്കുന്നതും ഓ കരീം സാഹിബേ എന്ന് ഓ യാ എന്ന് ചേർത്ത് എന്ന നിദാഇന്റെ ഹർഫ് കൊടുത്തിട്ട് ബഹുമാനത്തോടെ ഓ കരീം സാഹിബേ എന്ന് വിളിക്കുന്നത് രണ്ടും രണ്ടാണ്. ഇവിടെ അല്ലാഹുവിന്റെ പ്രവാചകരെ അല്ലാഹു ധാരാളം സ്ഥലത്ത് പല പേരിലും വിളിച്ചിട്ടുണ്ട്. അതിൽ ഒരു സ്ഥലത്ത് യാ അയ്യുഹൻ നബിയു, ഓ നബിയായിട്ടുള്ളവരെ, ഓ പ്രവാചകരെ, യാ അയ്യുഹൽ മുസമ്മിലു, യാ അയ്യുഹൽ മുദ്ദസ്സിറു.
ഞാൻ വിശദീകരിക്കുന്നില്ല. ഇങ്ങനെ വ്യത്യസ്തമായ സ്ഥാന ബഹുമാന നാമങ്ങൾ കൊടുത്തിട്ട് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു ജല്ല ജലാലുഹു വിളിച്ചത് സകല അമ്പിയാക്കന്മാരോട് ഒട്ടുമിക്ക അമ്പിയാക്കൾക്കും വലിയ സ്ഥാന ബഹുമാന നാമങ്ങൾ കൊടുത്തു. ഏതുപോലെ ഇന്ന ഇബ്രാഹീമ ഖലീലുല്ലാഹ് വ മൂസാ നജിയുല്ലാഹ് വ ഈസാ റൂഹുല്ലാഹ് വ ആദം മുസ്തഫാഹുല്ലാഹ്. ഇബ്രാഹിം നബി എന്റെ ഖലീലാണ്. ഇബ്രാഹിം നബി അള്ളയായ എന്റെ ആത്മചങ്ങാതിയാണ്, ആത്മമിത്രമാണ്. വ മൂസാ നജിയുല്ലാഹ്. പ്രവാചകരായ മൂസ നബി ഞാനുമായി അഭിമുഖ സംഭാഷണം നടത്തിയ നേർക്കുനേരെ സംസാരിച്ച നബിയാണ്. വ ഈസാ റൂഹുല്ലാഹ്. ഈസ നബി അല്ലാഹയായ എന്റെ ആത്മാവിൽ നിന്നാണ്. വ ആദമു ഇസ്തഫാഹുല്ലാഹ്. ആദമിനെ അല്ലാഹയായ ഞാൻ ആദ്യ പ്രവാചകരായ ആദ്യ മനുഷ്യനായി ഞാൻ തെരഞ്ഞെടുത്തു. പക്ഷേ നമ്മുടെ മുത്തായ നബി തങ്ങളെ അല്ലാഹു വിളിച്ചതോ, ബഹുമാന നാമം കൊടുത്തതോ ഹബീബുല്ലാഹ്, ഹബീബുല്ലാഹ്, ഹബീബുല്ലാഹ്. എന്റെ ഹബീബാണ്. ഹബീബ് ഈ ഖലീലുല്ലാഹ്, നജിയുല്ലാഹ്, സഫിയുല്ലാഹ്, ഇസ്തഫാഉല്ലാഹ്, ഇതൊക്കെ ഓരോ പ്രവാചകന്മാർക്ക് അല്ലാഹു ഓരോ സ്ഥാനവും ബഹുമാന നാമങ്ങളൊക്കെ കൊടുക്കുകയും വിളിക്കുകയും ചെയ്തെങ്കിലും അതിന്റെ എല്ലാം മുകളിൽ ടോപ്പിലാണ് ഹബീബുള്ളത്. ഹബീബുല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്റെ ഹബീബാണ്, എന്റെ ഹബീബാണ്. എനിക്കൊരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇവിടെ തന്നെ ധാരാളം സുഹൃത്തുക്കളുണ്ട്, പരിചയക്കാരുണ്ട്. പക്ഷെ എല്ലാരെയും ഞാൻ ഹബീബ് എന്ന് വിളിക്കൂല. ചിലരെ ഞാൻ എന്റെ ഹബീബ് എന്ന് വിളിക്കും. ഹബീബ് എന്താണ്? ഹബീബ് എന്ന് പറഞ്ഞാൽ ഇന്റിമേറ്റ് ഫ്രണ്ട്. രഹസ്യങ്ങളില്ലാതെ എല്ലാം ആ ഹബീബിനോട് തുറന്നു പറയും. എന്റെ രഹസ്യങ്ങളൊക്കെ പറയും. അതാണ് ഹബീബ്. ഹബീബും ഖലീമും നജിയും സഫിയും ഖലീലും തമ്മിലുള്ള വ്യത്യാസം നാം മനസ്സിലാക്കണം. ഒരിക്കൽ മൂസ നബി അള്ളാഹിനോട് അത് ചോദിച്ചു. തൗറാത്തിൽ പല സ്ഥലത്തും മുഹമ്മദ് നബിയുടെ പേരുണ്ട്. അവിടെയൊക്കെ അള്ളാഹു മുഹമ്മദ് നബിയെ പരിചയപ്പെടുത്തുമ്പോ ഹബീബുല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാർക്കറിയാം? തൗറാത്ത് ഇറക്കി കൊടുത്ത മൂസ നബി ആ തൗറാത്ത് വായിക്കുമ്പോൾ മൂസ നബിക്ക് അള്ളാഹു ഇറക്കി കൊടുത്ത ഗ്രന്ഥമാണ് തൗറാത്ത്. ആ തൗറാത്ത് ഇങ്ങനെ വായിക്കുമ്പോ മൂസ നബി അവിടെ ഇവിടെ എല്ലാം റസൂലുള്ളാഹിനെ അള്ളാഹു പറയുമ്പോ ഹബീബുല്ലാഹ് എന്ന് പറഞ്ഞു. അപ്പൊ ഒരിക്കൽ മൂസ നബി അള്ളാഹുവിനോട് നേരിട്ടങ്ങ് ചോദിച്ചു, പടച്ചവനെ നീ തൗറാത്തിൽ പറയുന്നു അന കലീമുല്ലാഹ് അന നജിയുല്ലാഹ്, ഞാൻ നീയുമായി സംസാരിച്ച, നീയുമായി അഭിമുഖ സംഭാഷണം നടത്തിയ വലിയ സ്ഥാനമുള്ള ബഹുമാനമുള്ള പ്രവാചകരാണെന്ന് നീ തൗറാത്തിൽ പല സ്ഥലത്തും നീ പറയുന്നുവല്ലോ. അതേ തൗറാത്തിൽ തന്നെ നീ പല സ്ഥലത്തും പറയുന്നു അവസാന നാളിൽ ഒരു നബി വരാനുണ്ട്, അത് ഹുവ ഹബീബുല്ലാഹ്, അത് നിന്റെ ഹബീബാണ് എന്ന് നീ പറയും. ഞാൻ കലീമാണ്, നജിയാണ്. പക്ഷേ ആ പ്രവാചകരെ പരിചയപ്പെടുത്തുമ്പോൾ ഖലീലിന്റെയും സഫിയിന്റെയും നജിയിന്റെയും ഒക്കെ മേലെ സ്ഥാനമുള്ള ഹബീബുല്ലാഹ്, ഹബീബുല്ലാഹ് എന്റെ ഹബീബാണ് എന്ന് നീ പരിചയപ്പെടുത്തുന്നല്ലോ. യാ അല്ലാഹ് ഫമൽ ഫർഖു ബൈനൽ കലീമി വൽ ഹബീബ്, ഈ കലീമിന്റെയും ഈ ഹബീബിന്റെയും ഇടയിലുള്ള വ്യത്യാസം എന്തേ അല്ലാഹ്? ഇത് രണ്ടിന്റെയും ഇടയിലുള്ള വ്യത്യാസം
ഇത് രണ്ടിന്റെയും ഇടയിലുള്ള വ്യത്യാസം എന്താണ് റബ്ബേ? അല്ലാഹു മൂസ നബിക്ക് മറുപടി കൊടുത്തു, ഓ മൂസ, അൽ കലീമു അല്ലദീ യുഹിബ്ബുനാ വൽ ഹബീബു അല്ലദീ നുഹിബ്ബുഹു. കലീമു കലീമു എന്ന് പറഞ്ഞാൽ അല്ലദീ യുഹിബ്ബുനാ, അത് കലീമായാലും അത് ഖലീലായാലും അത് സഫിയായാലും അത് നജിയായാലും ഏത് അമ്പിയാക്കൾക്ക് ഏത് സ്ഥാനം കൊടുത്താലും അതെല്ലാം അല്ലദീ യുഹിബ്ബുനാ, ആ പ്രവാചകന്മാരുടെ മനസ്സുകളിൽ പടച്ച റബ്ബായ എന്നോടുള്ള അടുപ്പവും സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും ആദരവിന്റെയും ഖദർ അനുസരിച്ചാണ് അവരെന്നെ ഇങ്ങോട്ട് എത്രത്തോളം മഹബത്ത് വെക്കുന്നുവോ, ഇഷ്ടപ്പെടുന്നുവോ. അല്ലദീ യുഹിബ്ബുനാ, അത് അവരുടെ ഇഷ്ടമാണ്. ആ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാൻ അവർക്ക് ഈ ബഹുമാനങ്ങളൊക്കെ കൊടുത്തത്. പക്ഷേ ആദരവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹബീബുല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ് എന്നുള്ള ബഹുമാന സ്ഥാനം കൊടുത്തത് അല്ലദീ നുഹിബ്ബുഹു. ഞാൻ ആ പ്രവാചകരെ അങ്ങോട്ട് ഇഷ്ടം വെച്ചത് കൊണ്ടാണ്. അവരൊക്കെ മറ്റുള്ളവരൊക്കെ എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ഇവിടെ റസൂലുള്ളാഹിനെ ഞാൻ ഹബീബ് എന്ന് വിളിക്കാൻ കാരണോ, ആ പ്രവാചകരെ ഞാൻ അങ്ങോട്ട് ഏറ്റവും കൂടുതൽ എല്ലാത്തിനേക്കാളും സകല അമ്പിയാക്കളെക്കാളോ ഞാൻ ആ പ്രവാചകർക്ക് സ്ഥാനം കൊടുത്തത് കൊണ്ടാണ്. ഇപ്പൊ മനസ്സിലായല്ലോ ഈ ഹബീബും മറ്റുള്ള പ്രവാചകന്മാർക്ക് അള്ളാഹു കൊടുത്ത സ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം. ഹബീബുള്ള കഴിഞ്ഞേ ഖലീലുള്ള ഉള്ളൂ, നജിയുള്ള ഉള്ളൂ, സഫിയുള്ള ഉള്ളൂ, ഏത് നബിമാരും ഉള്ളൂ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആദരവ് അല്ലാഹു ജല്ല ജലാലു തന്നെ സ്വന്തമായി അല്ലാഹു ജല്ല ജലാലു നമ്മളെ പഠിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അല്ല തന്നെ നേർക്ക് നേരെ റസൂലുള്ളാഹിനെ ആദരിച്ച, റസൂലുള്ളാഹിനെ ബഹുമാനിച്ച ആ രീതികളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്.